അധിക വിഭവ സമാഹരണത്തിന് അറ്റകൈ പ്രയോഗമായി ഭൂമിയിലും കോടതിയിലും കൈവച്ച് സംസ്ഥാന ബജറ്റ്. ഭൂമിയുടെ ന്യായവിലയും കോടതി വ്യവഹാര നിരക്കുകളും കുത്തനെ ഉയരും. 1600 രൂപയിൽ തന്നെ തുടരുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാൻ സംവിധാനമൊരുക്കും. സംസ്ഥാന ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുകയും ഒരു ഗഡു DA പ്രഖ്യാപിക്കുകയും ചെയ്തു. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടി 180 ആക്കി. വായ്പയ്ക്ക് കുരുക്ക് വീണതോടെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വകാര്യ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഉയർന്ന ചോദ്യം ക്ഷേമ പെൻഷൻ ഉയരുമോ എന്നതായിരുന്നു. പെൻഷൻ ഉയരില്ല, എന്നാൽ കൃത്യമായി വിതരണം ചെയ്യാൻ പുതിയ സംവിധാനമെന്ന ധനമന്ത്രി. സർ, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. അടുത്തത് ഒരു അപ്രതീക്ഷിത നീക്കം. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതായി പ്രഖ്യാപനം. പകരം സംവിധാനമൊരുക്കും. സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തിനൊപ്പം. കാർഷിക മേഖലയിൽ റബ്ബറിന്റെ വാങ്ങൽ വില 170 രൂപയിൽ നിന്ന് 180 രൂപയാക്കി. വരുമാനം കണ്ടെത്താൻ എന്തൊക്കെ വഴിയെന്ന ചോദ്യത്തിന് ഭൂമിയിൽ തന്നെ ആദ്യ പിടി. ന്യായവില പരിഷ്കരിക്കും. ഇത് രജിസ്ട്രേഷൻ സ്റ്റാമ്പ് നിരക്കുകൾ കുത്തനെ ഉയർത്തും. പിന്നെ കോടതി ചെലവുകളുടെ നിരക്കും ഉയരും. അപ്പീലുകൾ നൽകുന്നതിനും മറ്റും 4 മടങ്ങ് മുതൽ നിരക്ക് വർദ്ധിക്കും. 2010 ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിൻ്റെയും ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ്. മദ്യത്തിന് ഗാലനേജ് ഫീ 5 രൂപയിൽ നിന്ന് 10 രൂപയിലേക്ക് ഉയർത്തി. വർഷം 200 കോടി രൂപയാണ് സർക്കാർ അധികം ലക്ഷ്യമിടുന്നത്. ഇത് നിർമ്മാണ മേഖലയിലെ തുകയായതിനാൽ അന്തിമമായി മദ്യവില ഉയരില്ല എന്നാണ് ബെവ്കോ വിശദീകരിക്കുന്നത്. പാട്ടത്തുക പിരിച്ചെടുക്കാൻ ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച ബജറ്റ് മണൽവാരൽ പുനരാരംഭിക്കുമെന്നും പ്രഖ്യാപിക്കുന്നു. കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ വിവാദങ്ങൾക്കിടെയും തുടരുമെന്നാണ് പ്രഖ്യാപനം. 34,530 കോടിയുടെ മൂലധന ചെലവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുജന പങ്കാളിത്തമുള്ള ആരോഗ്യ സുരക്ഷാ ഫണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് പണം സ്വീകരിച്ച് വികസന പദ്ധതികളും ലക്ഷ്യമിടുന്നു. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമെന്ന സൂചനയും ബജറ്റ് നൽകുന്നു. നവകേരള സദസ്സിൽ വന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 1000 കോടി നീക്കിവെക്കുന്ന ബജറ്റ് കേരളീയം തുടരുമെന്നും പ്രഖ്യാപിക്കുന്നു. ഇനി കേന്ദ്രം സഹായിച്ചില്ലെങ്കിലോ എന്ന ചോദ്യത്തിന് പ്ലാൻ ബി എന്നതാണ് ധനമന്ത്രിയുടെ ഉത്തരം. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ അവതരിപ്പിച്ച വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാത്ത ബജറ്റ്. മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ പൊതുവെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: അധിക വിഭവ സമാഹരണത്തിന് ഊന്നൽ നൽകുമ്പോഴും ജനങ്ങളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നാണ് ധനമന്ത്രിയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്താനും ബജറ്റിൽ നീക്കമുണ്ട്. എന്നാൽ പതിവ് നയത്തിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപത്തെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് ബജറ്റ്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.